My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ 42ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കിങ് ഓഫ് ആൻറ്റിസോറിക്സ് എന്നറിയപ്പെടുന്ന സൾഫർ. നമ്മൾ ഹോമിയോപ്പതിയിലെ ഗോൾഡൻ ട്രയോയെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. കൽക്കേറിയിൽ തുടങ്ങി ലൈക്കോപോഡിയം നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഗോൾഡൻ ട്രയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം എന്ന് നിസ്സംശയം പറയാവുന്ന സൾഫർ എന്ന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹോമിയോപ്പതി ചികിത്സയിൽ അത്യധികം ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് സൾഫർ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഔഷധത്തെക്കുറിച്ച് ഇതിനകം നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിച്ചു കാണും. എങ്കിലും സൾഫറിൻ്റെ യഥാർത്ഥ ശക്തിയും വ്യാപ്തിയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരുപാട് അറിവുകൾ, ഒരുപാട് സൂചനകൾ കെൻറ്റ് ഈ ലെക്ചറിലൂടെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. Sulfur is such a full remedy that it is somewhat difficult to tell where to begin. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ആശയക്കുഴപ്പം കെൻറ്റിനെ പോലെ പ്രഗത്ഭനായ ഒരു മെറ്റീരിയ മെഡിക്ക പ്രൊഫസർക്ക് പോലും ഉണ്ടാക്കിയ ഔഷധമാണ് സൾഫർ. അതിൻ്റെ കാരണം പറയുന്നത് ദാറ്റ് ഈസ് സച്ച് എ ഫുൾ റെമഡി, അത്രയ്ക്ക് സമ്പൂർണമായ ഒരു ഔഷധമാണ്. മനുഷ്യൻ്റെ ജീവനുമായി, ജീവശക്തിയുമായി, ജീവശക്തിയിലെ ക്രമരാഹിത്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഔഷധമാണ് സൾഫർ. ഡോക്ടർ സാമുവൽ ഹനിമാൻ വളരെയധികം വിജയപ്രദമായി, വളരെ വിപുലമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് സൾഫർ എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് പൂർണ്ണതയുള്ള ഒരു ഔഷധമാണ് sulfur. It seems to contain a likeness of all the sickness of man, and a beginner on reading or the proving of sulfur might naturally think that he would need no other remedy, as the image of all sickness seemed to be contained in it. അതായത് മെറ്റീരിയ മെഡിക്ക പഠിച്ചു തുടങ്ങുന്ന ഒരാൾ വേണ്ടത്ര ജാഗ്രതയും വേണ്ടത്ര ശ്രദ്ധയും ചെലുത്താതെയാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ഔഷധം എന്ത് രോഗത്തെ ചികിത്സിക്കാനും സൾഫർ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് നയിക്കപ്പെട്ടേക്കാം. കാരണം മനുഷ്യന് വരാവുന്ന ഒട്ടെല്ലാ രോഗാവസ്ഥകളുടെയും ഒരു പ്രതിരൂപം സൾഫറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് തെറ്റായൊരു നോഷനാണ്. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ലക്ഷണങ്ങളുടെ ഈ വൈപുല്യത്തിൽ നിന്നും ഒരു സൾഫർ പേഷ്യൻറ്റിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് വരച്ചു കാട്ടാനുള്ള വളരെ വിജയകരമായൊരു ശ്രമമാണ് ഡോക്ടർ ജെ.ടി. കെൻറ്റ് ഈ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് എ ലീൻ, ലാങ്, ഹംഗ്രി, dyspeptic fellow with stooped shoulders. Yet many times it must be given to fat, rounded, well-fed people. സൾഫർ രോഗിയുടെ ഒരു ആമുഖം ഇങ്ങനെയാണ്: ഇസ് എ ലീൻ, ലാങ്, ഹംഗ്രി, ഡിസ്പെപ്റ്റിക് ഫെല്ലോ വിത്ത് സ്റ്റൂപ്പ് ഷോൾഡേഴ്സ്. ഇതിലെ വാക്കുകൾ, ഈ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ സമാനമാണെന്ന് തോന്നാം. എന്നാൽ പോലും അതിൻ്റെ ശരിയായൊരു അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. ലീൻ, ശോഷിച്ചത്; ലാങ്ങും ശോഷിച്ചത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ശരിയായൊരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേർത്ത മരത്തടികളുണ്ടല്ലോ, ഉദാഹരണത്തിന് നമ്മുടെ മുളന്തണ്ട് വളരെ അതിൻ്റെ ഉയരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ണം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പാരിസൺ, ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു ഹൈറ്റ്, ഉയരത്തിന് അനുപാതത്തിനല്ലാതെ നേർത്ത് ഒരു മുളന്തണ്ട് പോലെ ശോഷിച്ചത്. ഇനി ഹംഗ്രി, എപ്പോഴും വിശപ്പുള്ളത്. ഡിസ്പെപ്റ്റിക് ഫെല്ലോ, ദഹനക്കേട് കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല മാനസിക അസ്വസ്ഥതകളുണ്ട്.
ശരിയായി ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണം ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കൊരു ബാഡ് ടെമ്പർ ഉണ്ടാകുമെന്ന് ഒരു നാട്ടുചൊല്ലുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഡിസ്പെപ്റ്റിക് ഫെല്ലോ. വിത്ത് സ്റ്റൂപ്പ് ഷോൾഡേഴ്സ്, ഒരു മുന്നോട്ട് അല്പം വളഞ്ഞ് ഒരു സ്റ്റഡിയായിട്ടൊരു വ്യക്തിയുടെ ആരോഗ്യകരമായൊരു പോസ്ചറല്ല. അത് ഈ മുളന്തണ്ടുമായിട്ടുള്ളൊരു ഒരു ഒരു താരതമ്യം നല്ലതാണ്. മുള നേർത്തതാണ്, ഉയരം കൂടിയതാണ്, അതേസമയം മിക്കവാറും വളഞ്ഞേ നിൽക്കുകയുള്ളൂ, കാറ്റത്ത് ആടി ശകലം വളഞ്ഞേ നിൽക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു തരത്തിലുള്ളൊരു വ്യക്തിയാണ് സൾഫർ പേഷ്യൻ്റ്. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ, നിരവധി സാഹചര്യങ്ങൾ, മെനി ടൈംസ് ഇറ്റ് മസ്റ്റ് ഗിവൻ ടു ഫാറ്റ്, നല്ല തടിച്ചു കൊഴുത്ത ഉണ്ട പോലിരിക്കുന്ന വെൽഫഡ്, നന്നായിട്ട് ആഹാരം കഴിച്ച വ്യക്തികൾക്കും പലപ്പോഴും സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ദ ആംഗുലർ ലീൻ സ്റ്റൂപ്പ് ഷോൾഡേർഡ് പേഷ്യൻറ്റ് however is the typical one, and especially when he has become so from long period of indigestion, bad assimilation and feeble nutrition. എന്നിരുന്നാലും ഒരു ടിപ്പിക്കൽ സൾഫർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആംഗുലർ, അതായത് ശോഷിച്ച് എല്ലുന്തിയിരിക്കുമല്ലോ. ഇപ്പോൾ ഷോൾഡറിൽ ഇതൊക്കെ ഉന്തിയിരിക്കുമ്പോൾ ഇങ്ങനെ കോണുകൾ പോലെ എല്ലൊക്കെ ഉന്തിയിരിക്കുന്ന ഒരു ആംഗുലർ നേച്ചർ. ലീൻ, ശോഷിച്ചത്. സ്റ്റൂപ്പ് ഷോൾഡേർഡ്, ചുമലൊക്കെ ഇടിഞ്ഞ് മുന്നോട്ട് ശകലം വളഞ്ഞത്. ആ ഒരു നേച്ചറാണ് ടിപ്പിക്കൽ സൾഫർ. ഇനി എസ്പെഷ്യലി വെൻ എപ്പോഴാണ് ലോങ് പീരീഡ് ഓഫ് ഇൻഡൈജഷൻ, ദഹനക്കേടിൻ്റെ നീണ്ട കാലയളവ്, തെറ്റായ പോഷക വസ്തുക്കളുടെ തെറ്റായ ശരിയില്ലാത്ത ആഗിരണം, ബാഡ് അസിമിലേഷൻ, ഫീബിൾ ന്യൂട്രീഷൻ, ആവശ്യമായിട്ടുള്ള പോഷകം കിട്ടിയില്ല, ദരിദ്രമായ സാഹചര്യങ്ങളിൽ, അത് സ്വാഭാവികമായിട്ടുള്ളതോ സ്വയം ഉണ്ടാക്കിയതുമായിട്ടുള്ള ദരിദ്രമായ സാഹചര്യങ്ങളിൽ വളർന്ന് ശോഷിച്ച് അവശനായ ഒരു എല്ലുന്തിയ, ഒരു മുന്നോട്ടൽപ്പം വളഞ്ഞ ഒരു വ്യക്തി. ദ സൾഫർ സ്റ്റേറ്റ് ഈസ് സംടൈംസ് ബ്രോട്ട് അബൌട്ട് ബൈ ബീയിങ് ലോങ് ഹൗസ്ഡ് അപ്പ് ആൻഡ് അഡാപ്റ്റിംഗ് ദ ഡയറ്റ് ടു ദ സ്റ്റമക്ക്. അപ്പോൾ ഈ സൾഫർ സ്റ്റേറ്റിനെ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? നീണ്ട കാലം ഇങ്ങനെ വലിച്ചു വാരി തിന്ന്, ശരിയായി ചവച്ചരച്ചൊക്കെ തിന്ന് ഒരു അസിമിലേഷൻ, ഉമിനീരുമായിട്ട് കലരുമ്പോഴാണല്ലോ അസിമിലേഷൻ സംഭവിക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതിനുള്ള സാഹചര്യമില്ലാതെ നല്ലതായാലും ചീത്തയായാലും വലിച്ചു വാരി തിന്ന് വയറ് കേടാക്കി ആ ഒരു രീതിയുമായിട്ട് വയറിനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഈ വലിച്ചു വാരി തീറ്റയുമായിട്ട് വയർ അഡാപ്റ്റഡ് ആവുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നേരെ പാട്ടിൽ തിന്നാലും അത് അസിമിലേഷൻ സംഭവിക്കില്ല. അപ്പോൾ ആ വ്യക്തി ശോഷിച്ച് അവശനായി ഈ മുളന്തൊണ്ട് പോലെ വളഞ്ഞ് സ്റ്റൂപ്പിംഗ് ഷോൾഡേഴ്സൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു സൾഫർ പേഷ്യൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കെൻറ്റ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു സൾഫർ പേഷ്യൻ്റെ ഒരു അവസ്ഥ. പേഴ്സൺസ് ഹു ലീഡ് sedentary lives, confined to their rooms in study, in meditation, in philosophical inquiry, and who take no exercise, soon find out that they must eat only the simplest foods not sufficient to nourish the body, and they end up by going to a philosophical mania. അപ്പോൾ ഒരു ഫിലോസഫിക്കൽ മാനിയയിലേക്ക് എത്തുകയാണ്. അപ്പോൾ മാനി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവിക ഒരു മാനസികാവസ്ഥയല്ല. അപ്പോൾ പഠനത്തിനായി മുറിയിൽ അടച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ പഠനം ഒരു നോർമലായിട്ടുള്ള ഒരു സെയിനായിട്ടുള്ള പഠനമല്ല. ഒരു ഇൻസാനിറ്റിയുടെ ഒരു എലമെൻ്റ് അവിടെ ഉണ്ട്. ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കിട്ടാത്തൊരു സെഡൻഡറി ലൈഫ്. മുറികളിൽ അടച്ചിരുന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു, തത്വചിന്താപരമായ അന്വേഷണങ്ങൾ നടത്തുന്നു, ഇങ്ങനെയൊക്കെ പറയുകയാണ്. ആൻഡ് വുഡ് ടേക്സ് നോ എക്സസൈസ്, ഒരു വ്യായാമം എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും ലളിതമായ ആഹാരമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം അല്പം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാൻ തക്ക ശരീരത്തിന് വ്യായാമമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും
ബോഡിയെ നറിഷ് ചെയ്യാനുള്ള ആഹാരം കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ചെന്നെത്തുന്നത് ഫിലോസഫിക്കൽ മാനിയറാണ്. ഫിലോസഫിക്കൽ മാനിയയെ തന്നെ മറ്റൊരു തരത്തിൽ ഇപ്പോൾ കെൻഡ് തുറന്ന് പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ ഫിലോസഫി അല്ലത്. മണ്ടത്തങ്ങൾ കാണിച്ചിട്ട്, തെറ്റായൊരു കാര്യം പറഞ്ഞിട്ട്, തെറ്റായൊരു കാര്യം ചെയ്തിട്ട് അതിന് ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ്, വെൽ അപ്രൂവ്ഡ് ഫിലോസഫി അല്ല. അയാളുടേതായിട്ടുള്ള സെഡൻഡറി ലൈഫിന്, തെറ്റായ ചിന്തകൾക്കും തെറ്റായ പ്രവൃത്തികൾക്കും ഒരു തത്വശാസ്ത്രം അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ഒരു ഫിലോസഫിക്കൽ മാനിയ എന്ന് പറയുന്നത്. There is another class of patients in whom we see a sulfur appearance in the face. മുഖത്ത് തന്നെ ഒരു സൾഫർ അപ്പിയറൻസ്. അതെങ്ങനെയാണ്? ഡേർട്ടി, വൃത്തികെട്ടത്. ഷ്രിവൽഡ്, വൃദ്ധരുടെ മുഖം പോലെ ചുളുങ്ങിയത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒരു വൃദ്ധരുടെ അപ്പിയറൻസ് ഒരു കുട്ടിയിലുണ്ടായാൽ. അപ്പോൾ ഈ ഇങ്ങനെ അടച്ചുകൂട്ടി വ്യായാമമില്ലാതെ ഇരുന്ന് ആകെ വൃത്തികെട്ടതായി ചുളുങ്ങി റെഡ് ഫേസ്ഡ് പീപ്പിൾ, മുഖം ചുവന്ന ആളുകൾ. ഈ മുഖം ചുവന്നെന്ന് പറയുമ്പോഴേക്കും ഇതൊരു പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു പൊതുവെയുള്ള ഫെയർ കോംപ്ലക്ഷൻ വെച്ചുകൊണ്ട് കെൻഡ് പറയുന്നതാണ്. നമ്മളിവിടെ വരുന്ന വിദേശികളെ ശ്രദ്ധിച്ചാൽ കാണാം, ചില ആളുകളുടെ ശരീരത്തിൽ ചോര തൊട്ടെടുക്കാൻ പറ്റുമെന്നൊക്കെ തോന്നും. അങ്ങനെ ചുവന്ന ആളുകൾ, സാധാരണ വെളുത്ത് തൊടുത്തതല്ല, മൊത്തം ചുവന്ന് ചോര ഇങ്ങനെ കിനിയെന്ന് തോന്നുന്ന ഒരാളുകളുണ്ട്. വിദേശികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേയൊക്കെ അവരുടെ ഒരു ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട്, ഇൻസ്റ്റലേഷനുമായിട്ട്, സൺഷൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിലും അതിൻ്റെ ഒരു എക്സാജറേറ്റഡ് അവസ്ഥ. അത് നമ്മളുടെ ഇവിടെ സൾഫർ പേഷ്യൻസിൽ ഒരു ഡേർട്ടിനെസ് അല്ലെങ്കിൽ ഷ്രിങ്കിൾഡ്, ഷ്രിവൽഡ് കണ്ടീഷൻ നോക്കിയാൽ മതി. ആ റെഡിഷ്നെസ് നമുക്കിവിടെ അത്രയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ദ സ്കിൻ സീംസ് ടു ബി ഈസിലി അഫക്റ്റഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതാണ് ഒരു കാര്യം. അന്തരീക്ഷം ഒരു മനുഷ്യൻ്റെ ത്വക്കിനെ വളരെ എളുപ്പം സ്വാധീനിക്കുന്നു. അന്തരീക്ഷത്തിലെ താപനിലയുടെ മാറ്റം, സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ ത്വക്കിനെ വളരെ വേഗത്തിൽ ബാധിക്കുന്നു. ഹി ബിക്കംസ് റെഡ് ഇൻ ദ ഫേസ് ഫ്രം റൈഡിങ് ഇൻ ദ എയർ ബോത്ത് ഇൻ വെരി കോൾഡ് ആൻഡ് ഇൻ ഡാംപ് വെതർ. അപ്പോൾ ആ ഒരവസ്ഥ നമുക്കിവിടെ കാണണമെന്നില്ല. ഒരു വാഹനത്തിൽ, ഒരു ബൈക്കിലൊക്കെ പുറത്ത് ഓടിച്ചു പോയി കഴിഞ്ഞാൽ, ഒരു കോൾഡ് വെതറിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ചുമന്ന് ഒരു റെഡിഷ് ആകുന്നൊരവസ്ഥ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാൻ സാധിക്കില്ല. ഏതായാലും ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ ഒക്കെ തൊലിയെ വേഗം ബാധിക്കുന്നുവെന്ന് അർത്ഥത്തിലെടുത്താൽ മതി. ഹി ഹാസ് എ ഡെലിക്കേറ്റ് തിൻ സ്കിൻ. അതാണ് കാര്യം. വളരെ ഡെലിക്കേറ്റാണ്, തിന്നാണ്. ബ്ലഷിങ് ഓൺ ദ സ്ലൈറ്റസ്റ്റ് ഒക്കേഷൻ. ഒരു നിസ്സാര കാരണം മതി പെട്ടെന്ന് തൊടുക്കും. ഓൾവേസ് റെഡ് ആൻഡ് ഡേർട്ടി ലുക്കിംഗ്. എപ്പോഴും ഒരു വൃത്തികെട്ടൊരു അപ്പിയറൻസ്, ഒരു ഡിഷസും. നോ മാറ്റർ ഹൗ മച്ച് ഹി വാഷസ് ഇറ്റ്. എത്ര കഴുകിയാലും ഈ ഒരു വൃത്തികെട്ട ലുക്ക് ഒരു തൊലിയിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു പൊടിയൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ കഴുകി അത് വൃത്തിയാവും. പക്ഷെ കഴുകിയാലും വൃത്തിയാകാത്ത ഒരു അപ്പിയറൻസ്, അതാണ് സൾഫറിൻ്റെ ഒരു ഫേസ്. ഇഫ് ഇറ്റ് ബി എ ചൈൽഡ്, ദ മദർ മേ വാഷ് ദ ഫേസ് ഓഫൺ, ബട്ട് ഇറ്റ് ഓൾവേസ് ലുക്ക് ആസ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ പെർഫെക്ച്വർലി വാഷ്ഡ്. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ കുട്ടിയുടെ അമ്മയോ ബന്ധുക്കളാവും കുട്ടിയെ കഴുകി കൊടുക്കുന്നത്. ആ കുട്ടിയുടെ മുഖം ഇടക്കിടക്കൊക്കെ കഴുകി കൊടുത്താലും ഒരു ശ്രദ്ധയോടെ കഴുകിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു അഗ്ലി ലുക്ക് മുഖത്തുണ്ടാകുക. അപ്പോൾ ആ ഒരു അഗ്ലിനെസ് അതിൻ്റെ ഒരു സ്ഥായി ഭാവമാണ്, അതിൻ്റെ സ്കിന്നിൻ്റെ ഒരു നേച്ചറാണത്. അത് കഴുകുക കൊണ്ട് മാറുന്നതല്ല. അതാണ് സൾഫറിൻ്റെ ഒരു ലുക്ക്. ഹെറിങ് കോൾഡ് ദ സൾഫർ പേഷ്യൻ്റ് ദ റാഗ്ഡ് ഫിലോസഫർ. സൾഫറിനെ കുറിച്ച് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് ഹെറിങ് പറഞ്ഞൊരു കാര്യമാണ്. ഹെറിങ്ങിൻ്റെ സ്മരണയ്ക്കായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നടത്തിയ ലെക്ചറിൽ കെൻഡ് അനുസ്മരിക്കുകയാണ്. ദ റാഗ്ഡ് ഫിലോസഫർ, അതായത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു തത്വജ്ഞാനി. അത് യഥാർത്ഥ ഒരു തത്വജ്ഞാനി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പഴകിയ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ
തെറ്റായി ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദ സൾഫർ സ്കോളർ, ദ ഇൻവെൻറ്റർ, വർക്ക്സ് ഡേ ആൻഡ് നൈറ്റ് ഇൻ threadbare clothes and battered hat. He has long uncut hair and dirty face. He studies uncleanly. It is untidy. Books and leaves of books are piled up indiscriminately. There is no order. അപ്പോൾ ഒരു സൾഫർ പേഷ്യൻ്റ്, ഒരു റാഗ്ഡ് ഫിലോസഫർ, ഒരു ഫിലോസഫിക്കൽ മാനിയ ബാധിച്ച ഒരാൾ കഴിഞ്ഞുകൂടുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ചാണ് വളരെ മനോഹരമായി കെൻഡിയോട് പറയുന്നത്. എങ്ങനെയാണ്? കണ്ടുപിടുത്തക്കാരൻ, പണ്ഡിതൻ, കണ്ടുപിടുത്തക്കാരൻ, അയാൾ രാവും പകലും ജോലി ചെയ്യും. എങ്ങനെയാണ്? കീറിപ്പറഞ്ഞ് നൂല് മാത്രമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, കീറിപ്പറഞ്ഞ പിന്നിയ തൊപ്പി ധരിച്ചുകൊണ്ട്. അയാൾ മുടി വൃത്തിയായി വെട്ടി ഒതുക്കുന്നില്ല, നീണ്ട അൺകട്ട് ഹെയർ, ഡേർട്ടി ഫേസ്. ഹി സ്റ്റഡീസ് അൺക്ലീൻലി. അദ്ദേഹത്തിൻ്റെ പഠനമുറി ഒരു വൃത്തിയുമില്ല. പുസ്തകങ്ങളും പുസ്തകത്തിൻ്റെ താളുകളും ഒക്കെ ഇങ്ങനെ ഒരടുക്കും ചിട്ടയില്ലാതെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇറ്റ് സീംസ് ദാറ്റ് സൾഫർ പ്രൊഡ്യൂസസ് ദിസ് സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ, എ സ്റ്റേറ്റ് ഓഫ് അൺടൈഡിനെസ്, എ സ്റ്റേറ്റ് ഓഫ് അൺക്ലീൻനെസ്, എ സ്റ്റേറ്റ് ഓഫ് ഡോണ്ട് കെയർ ഹൗ തിങ്സ് ഗോ. ഒരു സൾഫർ പ്രൂവറിൽ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. അയാളുടെ ഓർഡർലിനെസ് പോയിട്ട് ഡിസോർഡേഡ് ആവുന്നു, അൺടൈഡി ആവുന്നു, അൺക്ലീൻലി ആവുന്നു. കാര്യങ്ങൾ എങ്ങനെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു ഡോണ്ട് കെയർ ഹൗ തിങ്സ് ഗോ, ആ ഒരു നേച്ചർ എത്തിച്ചേരുന്നു. ഒരു സൾഫർ പ്രൂവർക്ക് വന്നു ചേരുന്നൊരവസ്ഥയാണ്. ഇനി അതിനോടൊപ്പം വേറൊന്നും കൊണ്ടുണ്ട്, ആൻഡ് എ സ്റ്റേറ്റ് ഓഫ് സെൽഫിഷ്നെസ്, ഒരു സ്വാർത്ഥത കൂടി വരുന്നുണ്ട്. സൾഫർ പേഷ്യൻ്റ് സ്വാർത്ഥനമാണ്, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ്. സ്വന്തം ഈ ജീവിത രീതി മറ്റുള്ളവരെങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് സൾഫർ പേഷ്യൻ്റ് ബോധേടല്ല. ഹീ ഈസ് സെൽഫിഷ്. ഹീ ബിക്കംസ് എ ഫോൾസ് ഫിലോസഫർ, ആൻഡ് ദ മോർ ഹീ ഗോസ് ഓൺ ഇൻ ദി സ്റ്റേറ്റ്, ദ മോർ ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ്, ബിക്കോസ് ദ വേൾഡ് ഡസ് നോട്ട് കൺസിഡർ ഹിം ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓൺ എർത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇയാൾ യഥാർത്ഥ ഫിലോസഫറല്ല, ഒരു ഫോൾസ് ഫിലോസഫറാണ്. ഫോൾസ് ഫിലോസഫർ ആയതുകൊണ്ട് തന്നെ സമൂഹം അയാൾ അംഗീകരിക്കില്ല. സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ അയാൾ കൂടുതൽ തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു. സമൂഹത്തിലേക്ക് കൂടുതൽ തുറവിയോടെ പോകേണ്ടതിന് പകരം അയാൾ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് തന്നിലേക്ക് തന്നെ അയാൾ ചുരുങ്ങുന്നു. ആൻഡ് ദ മോർ ഹീ ഗോസ് ഓൺ ഇൻ ദിസ് സ്റ്റേജ്, ദ മോർ ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ്. അയാൾ കൂടുതൽ നിരാശനായിത്തീരുന്നു. അങ്ങനെ നിരാശതയിൽ ഒരു കഴിയുന്ന ഒരു ഫോൾസ് ഫിലോസഫർ, അതാണൊരു സൾഫർ പേഷ്യൻ്റെ അവസ്ഥ. ഓൾഡ് ഇൻവെൻറ്റേഴ്സ് വർക്ക് ആൻഡ് ഫെയിൽ. പഴയ കണ്ടുപിടുത്തക്കാർ എപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അവർക്ക് പരാജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ. കെൻഡിങ്ങനെ പറയുന്ന ഈ ഓൾഡ് ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു വിദേശങ്ങളിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ക്ലാസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്ന് ഈ ആൽക്കമിസ്റ്റുകൾ, നിങ്ങൾക്കറിയാം, ഫിലോസഫേഴ്സ് സ്റ്റോൺ, തത്വജ്ഞാനിയുടെ കല്ല് എന്ന് വിളിക്കപ്പെട്ട ഒരു അത്ഭുത വസ്തു കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ. അതായത് ഈ ഫിലോസഫേഴ്സ് സ്റ്റോൺ കൊണ്ടുപോയി മെർക്കുറിയിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ മെർക്കുറി സ്വർണ്ണമായിട്ട് മാറും, അല്ലെങ്കിൽ വെള്ളിയായിട്ട് മാറും. ഇരുമ്പിലോ ചെമ്പിലോ മുട്ടിച്ചു കഴിഞ്ഞാൽ അത് സ്വർണ്ണമായിട്ട് വെള്ളിയായിട്ട് മാറും. അങ്ങനെ എളുപ്പത്തിൽ സമ്പത്തുണ്ടാക്കാം, ഇങ്ങനെ മാന്ത്രിക വിദ്യകൾ കാണിച്ച് സമ്പത്തുണ്ടാക്കാം എന്ന് കരുതിയിരുന്ന ആൽക്കമിസ്റ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ആൽക്കമിസ്റ്റുകളിൽ നിന്നാണ് യഥാർത്ഥ കെമിസ്ട്രി ഇവോൾവ് ചെയ്ത് വന്നത്. അതൊരു വശം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, നിലയ്ക്കാത്ത ചലനം. ഒരു ചലനം തുടങ്ങി വെച്ചാൽ അതിന് നിലക്കില്ല. അപ്പോൾ പിന്നെ എനർജി വേണ്ടല്ലോ, എനർജി സപ്ലൈ വേണ്ടല്ലോ. ഇപ്പോൾ ഒരു മോട്ടർ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കൊടുത്താൽ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ഒരു എൻജിൻ കറക്കി കൊടുത്ത് പിന്നെ കറങ്ങി കൊണ്ടിരുന്നാൽ പിന്നെ ഒരു ഫ്യൂവലിൻ്റെ, ഡീസലിൻ്റെ, പെട്രോളിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനർജി ഇൻപുട്ട് വേണ്ടാത്ത യന്ത്രങ്ങൾ, അതിനെ പെർപ്പൻഡം മൊബൈൽ എന്നാണ് വിളിച്ചിരുന്നത്, നിലയ്ക്കാത്ത ചലനം. പെർപ്പൻഡം മൊബൈൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന വേറൊരു കൂട്ടർ. ഇത്
ഊർജ്ജ സംരക്ഷണ നിയമത്തിനെതിരാണ്. ആൽക്കമിസ്റ്റുകളുടെ പ്രവർത്തനം കെമിസ്ട്രിയുടെ ബേസിക് ലോസിനെതിരാണ്. പക്ഷേ അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ ഓൾഡ് ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു സൾഫർ നേച്ചർ എന്നാണ് പറയുന്നത്. അവർ വർക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പക്ഷേ പരാജയപ്പെടുകയുള്ളൂ. പരാജയപ്പെട്ട് അവർ നിരാശിതരായി സെൽഫിഷായി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു. ആ ഒരു ചിത്രം സങ്കല്പിച്ചാൽ അത് സൾഫർ പേഷ്യൻ്റെ ചിത്രമായിരിക്കും. മറ്റൊരു മനോഹരമായൊരു കാര്യം കെൻഡിയുടെ പറയുന്നുണ്ട്. യു ടേക്ക് സച്ച് എ പേഷ്യൻ്റ് ആൻഡ് യു വിൽ നോട്ടീസ് ദാറ്റ് ഹി ഹാസ് ഓൺ എ ഷർട്ട് ദാറ്റ് ഹി ഹാസ് വോൺ മെനി വീക്സ്. നിരവധി ആഴ്ചകളായിട്ട് മാറാതെ ഉപയോഗിക്കുന്ന ഒരൊറ്റ ഷർട്ട്. എപ്പോഴാണ്? ഇഫ് ഹി ഹാസ് നോട്ട് എ വൈഫ് ടു അറ്റൻഡ് ഹിം. ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ ഭാര്യയില്ല, അങ്ങനെ ഒരാൾ ഒരേ വസ്ത്രം നിരന്തരം ആഴ്ചകളോട് ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഹി വുഡ് വെയർ ഹിസ് ഷർട്ട് അണ്ടിൽ ഇറ്റ് ഫെൽ ഓഫ് ഫ്രം ഹിം. അപ്പോൾ ഈ ഷർട്ട് പഴകി ദ്രവിച്ച് അത് നൂലുകൾ അവസാനം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ അത് തന്നെ ധരിക്കും. എൻ്റെ ഒരു അതിശയോക്തിയാണ് ഇവിടെ പറയുന്നെങ്കിൽ പോലും നമ്മൾ ചില മാനസിക രോഗികളിൽ, തെരുവിൽ അലയുന്നവരിൽ, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ആളുകളിൽ ഇങ്ങനത്തെ അവസ്ഥ കാണാം. പഴകി കീറി അവസാനത്തെ നൂല് വരെയായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരു സൾഫർ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സമൂഹത്തിലെ എത്രയോ ആളുകളെ ഇതേപോലെ തെരുവിലലയുന്നവരെ, മാനസിക രോഗികളെയൊക്കെ ഹോമിയോപ്പതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. സൾഫർ അവയിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. സൾഫറിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രധാന ഒരു വശമാണ് ഇതുവരെ കാണിച്ചത്. ഇതിൽ മറ്റൊരു വശം കെൻഡ് തുടർന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.